വിശ്വാസികളോട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ധാരാളം അദ്കാറുകൾ ചൊല്ലാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മളെല്ലാവരും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഒരു ദിക്റാണ് അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. വൈകുന്നേരമാകുമ്പോൾ അസ്ബഹ്ന എന്നതിന് പകരം അംസൈന എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പരിപൂർണമായ ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ ഞങ്ങളിതാ നേരം പുലർന്നിരിക്കുന്നു, പ്രഭാതത്തിലായിരിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ ഞങ്ങളിതാ പ്രദോഷത്തിലേക്ക്, വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വകലിമത്തിൽ ഇഖ്ലാസ്, കലിമത്തുൽ ഇഖ്ലാസ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു വാചകത്തിന്മേൽ ഞങ്ങൾ പ്രഭാതത്തിൽ പ്രദോഷത്തിലായിരിക്കുന്നു. വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അഥവാ പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം ദീനിൽ മുസ്ലിം ആയിക്കൊണ്ട് ഞങ്ങളിതാ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വമില്ലത്തി അബീന ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലായിക്കൊണ്ടും ഞങ്ങളിതാ പ്രഭാതത്തിലേക്ക് പ്രദോഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആരാണ് ആ പ്രവാചകൻ? ഇബ്രാഹിം അലൈഹി സ്വലാം ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം ഋജുമനസ്കനായിരുന്നു, പരിപൂർണമായും വളവില്ലാത്ത രൂപത്തിൽ നേരെ ചൊവ്വെ ദീനിൽ അടിയുറച്ചവനായിരുന്നു. മുസ്ലിമൻ, മുസ്ലിമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പരിപൂർണമായും യാതൊരു മനസ്സങ്കോചവും ഇല്ലാതെ പരിപൂർണമായും കീഴൊതുങ്ങിയവനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവാരാധകരുടെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടേയില്ല എന്നാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മളോട് ചൊല്ലാൻ വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ്. സഹോദരന്മാരെ, സഹോദരിമാരെയും, രാവിലെയും വൈകുന്നേരവും നമ്മളോട് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഓരോ ദിക്റിന്റെ പിന്നിലും കൃത്യമായ ആശയവും ഹിക്മത്തുമുണ്ട്. ഈ ദിക്ർ നമ്മൾ എന്തിനാണ് എല്ലാ ദിവസവും ചൊല്ലുന്നത്? നമ്മൾ ആവർത്തിക്കുന്ന കാര്യം എന്താണ്? ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതി അത് അനിവാര്യമാണ്. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കൽ അനിവാര്യമാണ്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്, അതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്, തൊട്ടു മുമ്പല്ല, കുറേ മുമ്പ് കടന്നുപോയ, പ്രവാചകന്റെ മുമ്പ് കടന്നുപോയ ധാരാളം പ്രവാചകന്മാരുണ്ടായിട്ടും ആ പ്രവാചകന്മാരുടെ പേരൊന്നും പരാമർശിക്കാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ് ഞങ്ങൾ ഉള്ളത്, ഞങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായത് എന്ന് പറയാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? മറ്റു പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് മുറുകെ പിടിക്കുന്നതിൽ വിശ്വാസികൾക്ക് വലിയ ഗുണപാഠമുണ്ട്. മറ്റേത് പ്രവാചകനെയും പോലെയല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഖലീലായി തിരഞ്ഞെടുത്ത പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ ഉറ്റ തോഴനായി, ആത്മമിത്രമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തിരഞ്ഞെടുത്ത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ മില്ലത്തിലാണ് ഞങ്ങളുള്ളത് എന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ, പ്രഘോഷിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ പ്രവാചകനെ ഓർമ്മിക്കുന്ന സന്ദർഭമാണ് ഓരോ ബലിപെരുന്നാളും ഓരോ ഹജ്ജും എന്നുള്ളത്. നമുക്കറിയാം, ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും വിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ ചര്യയാണ് നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹജ്ജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരെയാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമാണ്. വിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ മുംതഹനയുടെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള കാരണം പഠിപ്പിക്കുന്നുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്, നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിലുമുണ്ട്. ഇബ്രാഹിം നബിയിൽ മാത്രം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും, അവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഇബ്രാഹിം കുടുംബത്തെയാണ് നമ്മൾ ഹജ്ജിന്റെ വേളകളിൽ ഓർമ്മിക്കുന്നത്. ഹജ്ജ് കെട്ടി ഉയർത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും, മക്ക അതിൽ കഅബ കെട്ടി ഉയർത്തിയത്
ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ്. കഅബയുടെ ഓരോ കല്ലുകളും ആ രണ്ടുപേര് പിതാവും മകനും കൂടിയാണ് കെട്ടിയുയർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആ കഅബയിൽ കെട്ടിയുയർത്തിയതിന് ശേഷം ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിച്ചത് ഹജ്ജിന് വേണ്ടി ജനങ്ങൾക്ക് ഉദ്ഘോഷിക്കുക എന്ന്, അവരെ വിളിക്കുക എന്ന് അള്ളാഹു പറഞ്ഞൊരു കാരണത്താൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിച്ചത്. ഹജ്ജിൽ ആ കഅബയിൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കെട്ടിയുയർത്തിയ കഅബയാണ് നമ്മൾ ഉംറയുടെ സമയത്ത് ഏറ്റവും ആദ്യം തവാഫ് ചെയ്യുന്നത്. ഹജ്ജിനും അത് നിർബന്ധമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ തവാഫ് കഴിഞ്ഞ ഉടനെ പിന്നീട് നേരെ പോകുന്നത് സഫാ മറവകൾക്കിടയിൽ സഈ ചെയ്യാനാണ്. സഫാ മറവകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 7 തവണ ഓടുന്നത്. നമ്മൾ എന്തിനാണ് ഓടുന്നത്? ആ ഓട്ടത്തിനിടയിൽ ചില പ്രത്യേക സമയമാകുമ്പോൾ നമ്മൾ ശരീരം കുലുങ്ങി ഒന്ന് ഓടുന്നു, റമല് ചെയ്യുന്നു. എന്താണ് കാരണം? മഹദി ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിലിനെ അവിടെ വെച്ചിട്ട് വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അലഞ്ഞതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വേളയിലും ഈ കുടുംബത്തിലെ നമ്മൾ ഓർക്കുന്ന സന്ദർഭമാണ് ഹജ്ജിലുള്ളത്. സഹോദരന്മാരെ, ഈ കുടുംബത്തെ എന്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു? അത് നമുക്ക് വലിയ പാഠമുണ്ട്. ഒരു കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിന്റെ ഭാര്യയിലും മക്കളിലും നമുക്ക് വലിയ മാതൃകയും പാഠവുമുണ്ട്. ആ ഗുണപാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ അതേപോലെ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു ഉത്തമ വിശ്വാസിയായിക്കൊണ്ട് നമുക്ക് മാറുവാൻ സാധ്യമാകും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് പ്രത്യേകതകൾ ഉള്ള ഒരു പ്രവാചകനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകൾ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ സെലക്ട് ചെയ്ത തെരഞ്ഞെടുത്ത വ്യക്തിത്വമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുത്ത വ്യക്തിത്വത്തിൽ നമുക്ക് വലിയ മാതൃക. സഹോദരന്മാരെയും ഒരു കുടുംബത്തിന്റെ രൂപീകരണത്തിൽ, ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്നാമതായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഒരു വ്യക്തിത്വമാണ്. ഇബ്രാഹിം നബി എന്ന വ്യക്തിയെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഇബ്രാഹിം നബിയെ ആദ്യം അദ്ദേഹം എന്ന ഒരു മകനെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകുന്നത്. അതേപോലെ തന്നെ മകനെ പഠിപ്പിക്കുന്ന സന്ദർഭത്തെ അദ്ദേഹത്തിന്റെ പ്രായം നമുക്ക് വലിയ ഗുണപാഠമായിട്ടുണ്ട്. അപ്പോൾ മകൻ എന്നതിലെ വലിയ ഗുണപാഠമാണ്. അതേപോലെ തന്നെ ഒരു പിതാവ് എന്നതിന് പിന്നീട് അദ്ദേഹം നമുക്ക് വലിയ ഗുണപാഠമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധന പ്രവർത്തനം നടത്താൻ വേണ്ടി പറയുന്ന സന്ദർഭം നമുക്കറിയാം. അത് അദ്ദേഹത്തിന്റെ പിതാവ് ഉൾക്കൊള്ളുന്ന സമൂഹത്തെയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആസർ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച, ചരിത്രത്തിൽ തേരഹ് എന്ന് പേര് വിളിക്കപ്പെട്ട ഇബ്രാഹിം നബിയുടെ പിതാവ് ഒരു വിഗ്രഹാരാധകനാണെന്ന് മാത്രമല്ല, വിഗ്രഹത്തെ നിർമ്മിക്കുന്ന വ്യക്തിത്വമായിരുന്നു. ആ വിഗ്രഹം ഉണ്ടാക്കുന്ന ഇബ്രാഹിം നബിയുടെ പിതാവിനെയും അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കും തൗഹീദ് പഠിപ്പിക്കാനും വേണ്ടി അദ്ദേഹം അവിടെയുള്ള വിഗ്രഹങ്ങൾ, ചെറിയ വിഗ്രഹം മൊത്തം തച്ചുടച്ച് അതിന്റെ കോടാലി വലിയ വിഗ്രഹത്തിന് തോളത്ത് വെച്ചതൊക്കെ നമ്മൾ ആവർത്തിച്ച് കേട്ട ചരിത്രമാണ്. ആ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ നമ്രൂദും സംഘവും തന്റെ തൊട്ടടുത്ത നാട്ടിലെ ഉത്സവങ്ങൾ തിരിച്ചു പോരുമ്പോൾ തങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം തച്ചുടക്കപ്പെട്ടത് കണ്ടപ്പോൾ ആരാണിത് ചെയ്തത് എന്ന് ചോദിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അവിടെയുള്ള ആളുകൾ പറഞ്ഞത്, ഇന്ന സമിഅന ഫതൻ, ഞങ്ങൾക്കൊരു യുവാവിനെ അറിയാമെന്ന്. ആ യുവാവിന്റെ പേര് യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പേര് വിളിക്കപ്പെട്ട ആളുകൾ ഇബ്രാഹിം എന്ന് വിളിക്കുന്ന ഒരു യുവാവിനെ ഞങ്ങൾക്കറിയാം എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, യൗവന കാലഘട്ടം എന്നത് ഒരു മകനായിരിക്കുന്ന സമയത്ത്, യൗവന കാലഘട്ടത്തിൽ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്തിയ ഇബ്രാഹിമിനെ നമുക്ക് അവിടെ ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധമായി കൊണ്ട് ആ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി യൗവന കാലഘട്ടത്തിൽ ഇറങ്ങിയ ഇബ്രാഹിമിനെ നമുക്ക് കുടുംബത്തിൽ മാതൃകയുണ്ട്, ജീവിതത്തിൽ മാതൃകയുണ്ട്. യൗവന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് അടിച്ചു പൊളിക്കേണ്ട സമയമാണ്. യു ഓൺലി ലിവ് വൺസ്, യോളോ ലൈഫിന്റെ പിന്നാലെ നീ ഒരൊറ്റ സമയം മാത്രമാണ്, ഒരൊറ്റ ജീവിതം മാത്രമാണ് നിനക്ക് ദുനിയാവുള്ളത്. അതുകൊണ്ട് പരമാവധി അടിച്ചു പൊളിക്കുക എന്നതിന് പിറവിൽ ഒരു സെലിബ്രേഷൻ കൾച്ചറിന് പിന്നാലെയാണ് സമൂഹത്തിൽ എല്ലാവരും ഉള്ളത്. കല്യാണം എന്ന് പറയുമ്പോൾ അത് അടിച്ചു പൊളിയാണ്. അവിടെ അള്ളാഹുവിനെ മറക്കുന്നു, ദീനിനെ മറക്കുന്നു, ദീനിന്റെ ചിട്ടവട്ടങ്ങളും എല്ലാം മറന്നുകൊണ്ട് തോന്നിയ പോലെ അടിച്ചു പൊളിച്ചുകൊണ്ട് കല്യാണവും അതിന്റെ നിശ്ചയം, അതിന്റെ ഓരോ കാര്യങ്ങളും, സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, കുടുംബത്തിലെ പ്രവർത്തനം എല്ലാം ആഘോഷങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു യൗവനം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഏത് സമയത്തെയും പെരുന്നാളാകട്ടെ മറ്റ് സന്ദർഭങ്ങളാകട്ടെ അടിച്ചു പൊളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ ഇബ്രാഹിം എന്ന ഫതൻ
ആ യുവാവ് നമുക്ക് വലിയ മാതൃകയാണ്. ആ യുവാവ് തന്റെ പിതാവിനോട് പറയുന്ന സന്ദർഭം മകനെന്ന നമുക്ക് വലിയ മാതൃകയുണ്ട്. തന്റെ പിതാവിനോട് പറയുന്ന സന്ദർഭത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മറിയമിലും സൂറത്തുൽ ഇബ്രാഹിമിലും പഠിപ്പിച്ചു നൽകുന്നുണ്ട്. യാ അബത്, അല്ലയോ എന്റെ പൊന്നു വാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ. എന്റെ പൊന്നുപ്പ, ഒന്നും കേൾക്കാത്ത, ഒന്നും കാണാത്ത, നിങ്ങൾക്കൊന്നും ചെയ്യാത്ത ഒരു ആരാധ്യനെ, ഒരു വിഗ്രഹം നിങ്ങൾ എന്തിനെ ആരാധിക്കണമെന്ന് സ്വന്തം പിതാവിനെ അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപ്പ, പൊന്നുപ്പ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ മുംതഹനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നമ്മൾക്ക് എല്ലാം മാതൃകയുണ്ട്, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം മാതൃകയില്ല എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് ഇല്ലാ ഖൗല ഇബ്രാഹിം ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തെ തേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അഥവാ ഉപ്പയോടുള്ള സ്നേഹം കൊണ്ട് വിഗ്രഹാരാധകനായ തന്റെ പിതാവ് ആ വിഗ്രഹാരാധനയിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കണം, എന്റെ കൂടെ എന്റെ റബ്ബ് പഠിപ്പിച്ച മാതൃകയിൽ മുന്നോട്ട് വന്ന് നരകമോചിതനാകണമെന്ന അടങ്ങാത്ത ആഗ്രഹം ആ മകനുണ്ടായിരുന്നു. സഹോദരന്മാരെ, ആ മകൻ നമുക്ക് വലിയ മാതൃകയുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഈ തൗഹീദിന്റെ മാതൃകയിൽ, ദീനിന്റെ മാതൃകയിൽ നമ്മുടെ മാതാപിതാക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ ദീനിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ, മതബോധമുള്ള ഒരു മാതാപിതാക്കളാക്കി മാറ്റുവാൻ ഓരോ മകന്റെ മേലും വലിയ ദൗത്യമുണ്ട്. ഉപ്പ പറഞ്ഞാൽ കേൾക്കൂല, ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല, കുറെ പ്രായമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് തൗഹീദ് പറയാൻ മടിക്കുന്ന, ദീന് കൃത്യമായി കൊണ്ട് പറയാൻ മടിക്കുന്ന മക്കളായിക്കൊണ്ട് നമ്മൾ ഒരിക്കലും മാറുവാൻ പാടില്ല. ഇബ്രാഹിം എന്ന മകനിൽ നമുക്കതിന് വലിയ മാതൃകയുണ്ട്. ദീനീ മാർഗത്തിൽ സ്വന്തം ഉപ്പയെ ഉമ്മയെ ചേർത്തു പിടിക്കാൻ, അതിനെ ക്ഷണിക്കുവാൻ ആ മകനുള്ള ഒരു ആഗ്രഹം നിങ്ങൾ നോക്കൂ. യാ അബതി എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് വിളിക്കുന്നു. പല ഒരു ഉപ്പയെ അതിലേക്ക് വിളിക്കുന്നു. അവസാനം ഉപ്പ അതിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ അദ്ദേഹം തേടുന്നു. പക്ഷേ തൗഹീദ് ഉൾക്കൊള്ളാത്ത, ശിർക്കിൽ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി പാപമോചനം തേടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മാത്രമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് മാതൃകയില്ലാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന. സുഹൃത്തുക്കളെ, ആ ഇബ്രാഹിം എന്ന മകനെ നമുക്ക് വലിയ മാതൃകയാക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഒരു പിതാവ്, ആ പിതാവാണ് നമുക്ക് ചരിത്രത്തിൽ ഏറ്റവും നന്നായി കൊണ്ട് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തെ പരിശുദ്ധമായ ദീനിൽ, കൃത്യമായ മതബോധത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ തന്റെ ഭാര്യയും തന്റെ മകനെയും ഒക്കെ ഏറ്റവും നന്നായി കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നേരം നമുക്ക് കാണുവാൻ സാധ്യമാകും. തന്റെ ഭാര്യയെ ഹാജിറിനെയും മകനെയും അദ്ദേഹം മക്കയിൽ കൊണ്ടുവച്ച്, മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാൽ മക്കയിൽ അദ്ദേഹം കൊണ്ടാക്കി വെച്ചതിന് ശേഷം തിരിച്ചു വരുന്ന ഒരു സന്ദർഭം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും. ആ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം എന്ന പിതാവിനും അതേപോലെ തന്നെ ഹാജർ എന്ന മാതാവിനും നമുക്ക് വലിയ മാതൃകയുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ ഭർത്താവിന് വേണ്ടി ഏത് രൂപത്തിൽ നിലകൊള്ളണമെന്ന് ഹാജർ നമുക്ക് ആ ചരിത്രത്തിൽ വലിയ മാതൃകയുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെയും തന്റെ ഭാര്യയെയും അവിടെ വിട്ടേച്ച് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിം താങ്കൾ തന്റെ ഭാര്യയെ മകനെയും അവിടെ വിട്ടേച്ച് തിരിഞ്ഞു നടക്കണമെന്നാണ്. തിരിഞ്ഞടക്കുമ്പോൾ പിന്നീട് വിളി കേട്ടാൽ നിങ്ങൾ തിരിച്ചു നോക്കൂ, തിരിഞ്ഞു നോക്കുവാൻ പാടില്ല, നിങ്ങൾ സംസാരിക്കുവാൻ പാടില്ല കൽപ്പനയാണ്. അങ്ങനെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം തന്റെ ഭാര്യയെ മകനെ മുഴുവൻ അവിടെ വിട്ടേച്ചിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ മഹദി ഹാജർ പലതും ചോദിക്കുന്നുണ്ട് ഇബ്രാഹിമിനോട്, തന്റെ ഭർത്താവിനോട്, പ്രിയതമനോട്. ഇതാ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, താങ്കൾ നൽകിയ ഒരു പാത്രത്തിൽ അല്പം ഈത്തപ്പഴവും കുറച്ച് വെള്ളവും മാത്രമാണ് ഞങ്ങളുടെ കൈകളിലുള്ളത്. ഇത് തീർന്നാൽ നമ്മൾക്കിനി ഭക്ഷണം കഴിക്കാനില്ല. താങ്കൾ ഞങ്ങളെ വിട്ടേച്ച് എവിടെ പോകുന്നു ഇബ്രാഹിം? ഇവിടെ വിളിച്ചാൽ വിളി കേൾക്കാൻ മാത്രം ദൂരത്ത് ഒരാളുമില്ല, ഞങ്ങൾക്ക് സഹായത്തിന് ആരും എത്താനില്ല. ഇവിടെ വിട്ടേച്ചുകൊണ്ട് താങ്കൾ എവിടെ പോകുന്നു ഇബ്രാഹിം എന്ന് ആവർത്തി ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നില്ല, ഭാര്യയ്ക്ക് മറുപടി കൊടുക്കുന്നില്ല. മൂന്നാമതായി തന്റെ ഭാര്യ ആ ഹാജർ ഇബ്രാഹിമിനോട് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിമേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണോ താങ്കളോട് കൽപ്പിച്ചിരിക്കുന്നത്? എന്നെയും മകനെ ഇവിടെ വിട്ടേച്ചു പോകണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കാതെ നിറകണ്ണുകളുമായി തന്റെ പ്രിയതമയോട് പറയുന്നത്, അതെ, അള്ളാഹുവിന്റെ മറുപടിയാണ്, അള്ളാഹുവിന്റെ ഉത്തരവാണ്, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് എന്നാണ്. അപ്പോൾ ആ മഹദി പറയുന്നത്, ഇതൻ എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൈവിടില്ല എന്ന്. നിങ്ങൾ നോക്കൂ, മതബോധമുള്ള അവസ്ഥയിൽ തന്റെ ഭാര്യയെയും മകനെയും വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ടാണ് ആ ഭാര്യ ആ രൂപത്തിലായി തീർന്നത്. ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ തന്റെ ഭാര്യ എന്തു പറഞ്ഞാലും
അത് ഇസ്ലാമികമാകട്ടെ അനിസ്ലാമികമാകട്ടെ ഒന്നും നോക്കാതെ ചെയ്തു കൊടുക്കുന്ന ഭാര്യ തോന്നിവാസങ്ങൾക്ക് പിന്നാലെ പോകുന്നെങ്കിൽ അതൊന്നും തടയാത്ത രൂപത്തിൽ അങ്ങനെ വിട്ടേച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് ഭർത്താവ് ഉള്ളതെങ്കിൽ ഭാര്യ ഈ രൂപത്തിൽ മതബോധമുള്ളവളായി തീരുകയില്ല. തന്റെ ഭാര്യയെ മതബോധമുള്ളവളാക്കി മാറ്റുന്ന വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. കുടുംബത്തെ ചേർത്ത് നിർത്തുവാൻ, കുടുംബത്തെ കൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കുടുംബത്തിലെ അംഗത്തോടും പ്രഖ്യാപിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും നിങ്ങൾ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന ഏറ്റവും നന്നായി ശിരസാവഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു ഭർത്താവായിരുന്നു, പിതാവായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. സഹോദരന്മാരെ, നമ്മുടെ ഭാര്യയെ ദീനീ ചുറ്റുപാടിൽ വളർത്തിക്കൊണ്ടുവരാൻ, നമ്മുടെ മക്കളെ ദീനീ ചുറ്റുപാടിൽ കൊണ്ടുവരാൻ നമുക്ക് വലിയ മാതൃകയുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തുന്നിടത്ത് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മർയമിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പറയുന്നത് കാണാൻ സാധ്യമാകും. ആ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയായിരുന്നു തന്റെ മക്കളെ, തന്റെ കുടുംബത്തെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരാളായിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തെ, തന്റെ മക്കളെ നമസ്കാരം കൊണ്ട് അതേപോലെ തന്നെ സക്കാത്ത് കൊണ്ട് ഉപദേശിക്കുന്നവരായിരുന്നു. ദീനീ ചുറ്റുപാടിൽ തന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിശ്രമിച്ചിരുന്നുവെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കൾ, എങ്ങനെയാണ് ഇസ്മായിൽ നബിക്ക് ഈ സ്വഭാവം കിട്ടിയത്? അത് തന്റെ പിതാവിൽ നിന്നും കിട്ടിയതാണ്. തന്റെ മക്കളെ ദീനീ ചുറ്റുപാടിൽ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വലിയ ശ്രദ്ധയുണ്ടായിരുന്നു. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിന്റെ പ്രത്യേകതകൾ എടുത്ത് പറയുന്നിടത്ത് കാണുവാൻ സാധ്യമാകും. ആ പ്രവാചകൻ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും അവിടെ മക്കയിൽ വിട്ടേച്ചു പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹുവേ ഇന്നി അസ്കൻതു ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറ. അല്ലാഹുവേ, എന്റെ മകനെയും എന്റെ കുടുംബത്തെയും ഞാനിതാ ഈ വിട്ടേച്ചു പോകുന്നു. ഒരു പച്ചപ്പില്ലാത്ത, യാതൊരു തരത്തിലുള്ള പച്ചപ്പുമില്ലാത്ത, വെള്ളം കിട്ടാത്ത, ഭക്ഷണം ലഭിക്കാത്ത, ആരും സഹായത്തിനില്ലാത്ത ഒരു നാട്ടിൽ എന്റെ ഭാര്യയെ, എന്റെ മകനെ ഞാൻ വിട്ടേച്ചു പോകുന്നത് എന്തിന്? റബ്ബന ലിയുഖീമസ്സലാ. അല്ലാഹുവേ, എന്റെ മകൻ, എന്റെ ഭാര്യ അവർ നമസ്കാരം നിലനിർത്തുന്നവരാകണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. അല്ലാഹുവേ, അവർ നമസ്കരിക്കാത്തവരായിക്കൊണ്ട് മാറ്റുവാൻ പാടില്ല. എന്റെ മക്കളെ നമസ്കരിക്കുന്നവരാക്കി വളർത്തണമെന്ന് ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. സഹോദരന്മാരെ, നമുക്ക് വലിയ മാതൃകയുണ്ട്. മാതാപിതാക്കളിൽ പിതാവ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ കൂടെ മുഴുവൻ സമയമില്ലാത്തവരാണ്. ഒരുപക്ഷെ ഭാര്യയും മക്കളെയും നാട്ടിൽ വിട്ടേച്ചുകൊണ്ട് മണലാരണ്യത്തിൽ, വിദേശത്ത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവരാണ് രക്ഷിതാക്കൾ, ഉപ്പമാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയല്ല, വീട്ടിലേക്ക് നിരന്തരം വിളിക്കാൻ കുടുംബത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. ചില പിതാക്കളൊക്കെ പറയുക എന്താണ്, ഞാൻ ഗൾഫിലാണ്, നാട്ടിൽ എന്റെ മക്കളൊക്കെ തോന്നിയ പോലെയാകുന്നു, എനിക്കവരെ നോക്കാൻ കഴിയുന്നില്ല, ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കുടുംബത്തെ പോറ്റി വളർത്താൻ വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നാട് വിട്ടുപോയിട്ട് ആ കുടുംബത്തെ നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ എത്രയോ പിതാക്കന്മാർക്ക് ഉണ്ടാകുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഈ വിഷയം നമുക്ക് വലിയ മാതൃകയുണ്ട്. മക്കളെ കൃത്യമായി കൂടെ ദീനീബോധം വളർത്തി, സ്വന്തം നാട്ടിൽ തന്റെ കൂടെ ഇല്ലെങ്കിലും മക്കളുടെ, ഭാര്യയുടെ ദീനിന്റെ വിഷയത്തിൽ ഭർത്താക്കന്മാർക്ക് നല്ല ശ്രദ്ധ ഉണ്ടാകണം. ഫോണ് വിളിക്കുമ്പോൾ പഠനം എങ്ങനെ ഉണ്ടായിരുന്നു, റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, വീട്ടിലെ കാര്യം എങ്ങനെ ഉണ്ടായിരുന്നു, ഓരോ കാര്യങ്ങളും ചോദിക്കുന്നു. ആ സന്ദർഭത്തിൽ എന്റെ മക്കൾ നമസ്കരിച്ചിട്ടുണ്ടോ, അവർ കൃത്യമായി പള്ളിയിൽ പോകാറുണ്ടോ, അവർ സുന്നത്തായി നോമ്പുകൾ എടുക്കാറുണ്ടോ, അവർ ദീനി ചിട്ടയിൽ നടക്കാറുണ്ടോ എന്ന കാര്യം കൃത്യമായി കൊണ്ട് ചോദിക്കുവാൻ ഓരോ രക്ഷിതാവിനും ഓരോ പിതാവിനും ബാധ്യതയുണ്ട്. ആ ബാധ്യതയോടൊപ്പം തന്നെ റബ്ബനാ ലിയുഖീമസ്സലാ, അല്ലാഹുവേ, എന്റെ മക്കളെ ഈ നമസ്കാരം നിലനിർത്തുന്നവരാക്കി കൊണ്ട് തീർക്കണേ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. മക്കളെ ദീനീ ബോധത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ അല്ലാഹുവേ, എന്റെ മകനെ നീ നമസ്കരിക്കുന്നവരാക്കി തീർക്കണേ, എന്റെ മകളെ നീ ദീനീ ബോധമുള്ളവളാക്കി തീർക്കണേ എന്ന് ഓരോ കാര്യവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓരോ പിതാവിനും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വലിയ മാതൃകയുണ്ട്. സുഹൃത്തുക്കളെ, ആ ഇബ്രാഹിം എന്ന പിതാവിനെ നമ്മൾ മാതൃകയാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ ഒരു ഗൃഹനാഥന നിലയിൽ വലിയ ശ്രദ്ധ ആ വിഷയം നമുക്കുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ നിങ്ങൾ നോക്കൂ, എല്ലാവരും വലിയ മാതൃകയാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുടെ ചരിത്രത്തെ കാണാൻ സാധ്യമാകും. ഒന്ന് സാറയാണ്, രണ്ടാമത്തത് ഹാജറാണ്.
ഹാജറിനെ മാത്രമാണ് പലപ്പോഴും നമ്മൾ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നിടത്തും ഈ പിന്നെ പെരുന്നാളിന്റെ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഓർക്കാറുള്ളൂ. പക്ഷേ സാറയെ പലരും മറന്നു പോകാറുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദീനീ ബോധത്തിൽ തന്റെ കുടുംബത്തെ വളർത്തണമെന്നും തന്റെ ഉത്തരവാദിത്വം ഏറ്റു നടത്താൻ വേണ്ടി എനിക്കൊരു മകൻ, പെൺകുട്ടിയല്ല ഒരു മകൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹായ സന്താനം നൽകണേ എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുന്ന കണ്ടപ്പോൾ വർഷങ്ങളായിട്ടും തന്നിലൂടെ എന്റെ ഭർത്താവിന് കുട്ടി ഉണ്ടാകുന്നില്ല മനസ്സിലായപ്പോൾ ലോകത്ത് ഒരു പെണ്ണും ചെയ്യാൻ പ്രയാസപ്പെടുന്ന, ഒരു പെണ്ണും ചെയ്യാൻ തുനിയാത്ത ഒരു കാര്യം സാറ ഇബ്രാഹിമിനോട് പറയുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് താങ്കളുടെ ആഗ്രഹം നിറവേറണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകേണ്ടതുണ്ട് എന്ന്. ഹാജറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശിക്കുന്നത് സാറയായിരുന്നു. കാരണം എന്താണ്? ദീനീ ബോധം എന്റെ കുടുംബത്തിൽ ഉണ്ടാകണമെന്നും എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു മകനെ എനിക്ക് വേണമെന്നുമുള്ള ഭർത്താവിന്റെ അടങ്ങാത്ത ആഗ്രഹത്തെ ആ ഭാര്യ ഉൾക്കൊള്ളുകയാണ്. എല്ലാവരും ഇതേപോലെ ഭാര്യയെ പിന്നെ ഭർത്താവിന് രണ്ടാം കെട്ടിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കണമെന്നൊന്നും ഈ വിഷയം നമുക്ക് പാഠമായി എടുക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യമാർ സ്ത്രീകളെ മനസ്സിലാക്കേണ്ടത് തന്റെ ഭർത്താവിന്റെ ദീനീ ബോധം, ആ ദീനീ ബോധത്തിൽ നമ്മൾ അല്പം ത്യാഗം സഹിക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ നമ്മളുടെ ഭർത്താവ് വീട്ടില്ലാത്ത രൂപത്തിൽ നമ്മൾ കുടുംബത്തെ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടായിരിക്കാം, നമ്മൾ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടായിരിക്കാം. ദീനീ ദഅവാരങ്ങളിൽ രാപ്പകലുകളില്ലാതെ തന്റെ ഭർത്താവ് ഓടി നടക്കുമ്പോൾ അതിനൽപ്പം വാക്കുകൊണ്ടോ കുടുംബത്തെ ചേർത്തുകൊണ്ടോ കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങൾ സ്വമേധയാ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടോ ഒക്കെ ചില പ്രയാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വന്നേക്കാം. ആ പ്രയാസങ്ങൾ സഹിക്കാൻ ഓരോ ഭാര്യയും തയ്യാറാകേണ്ടതുണ്ട്. അതല്ലാതെ നിങ്ങളിങ്ങനെ നിങ്ങളെ കാര്യം നോക്കി നടന്നാൽ മതി, കുടുംബത്തിന്റെ കാര്യം നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ പിന്തിരിപ്പിക്കുന്നവരായി ഒരു ഭാര്യയെ മാറുവാൻ പാടില്ല. സാറയുടെ വലിയ മാതൃക അതിനാണ്. ഹാജറിനെ കല്യാണം കഴിക്കുവാൻ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയുന്നത് ഒന്നാം ഭാര്യയായ സാറയാണ്. സുഹൃത്തുക്കളെ, മതബോധമുള്ളത് കൊണ്ടാണ് അവർക്കതിന് സാധ്യമായത്. പിന്നീട് ഹാജറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബിയെ നൽകിയതിനു ശേഷം സാറയിലൂടെ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സാറക്ക് നൽകിയെന്ന് സൂറത്ത് ഹൂദിന്റെ 71-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് നൽകിയിട്ടുണ്ട് അവർക്ക് മകനെ. പക്ഷെ തന്നിലൂടെ മകൻ ഉണ്ടാകുന്നില്ല, താൻ പ്രസവിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്റെ ഭർത്താവിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ലോകത്ത് ഒരു ഭാര്യയും ചെയ്യാൻ മുന്നിട്ട് വരാത്ത ഒരു കാര്യത്തെ പോലും സഹിക്കുവാൻ, ത്യജിക്കുവാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ കുടുംബത്തിന് വേണ്ടി അല്പം ത്യാഗം സഹിക്കുവാൻ സഹോദരിമാരെ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഹാജറിലും അതേപോലെ തന്നെയാണ്. തന്റെ ഭർത്താവ് തന്നെയും മകനെയും മക്കയിൽ വിട്ടേച്ച് പോകുന്നു. അവിടെ ആരുമില്ല, ചുറ്റുഭാഗത്ത് ആരുമില്ല സഹായിക്കുവാൻ. ഒന്ന് ഉറക്ക വിളിച്ചു കൂവിയാൽ ആ ശബ്ദം കേൾക്കാൻ പോലും ഒരാളുമില്ല. അതാണ് സഫാ മറുവക്കടയിൽ ഓടുമ്പോൾ നമ്മൾ പഠിച്ചത്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടി അവർ ഓടി നടക്കുകയാണ്. താനെന്ന് വിളിച്ചു കൂവിയാൽ കേൾക്കാൻ പോലും ഒരാളില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കൊണ്ടാണ് എന്നെയും എന്റെ മകനെയും ഇവിടെ എന്റെ ഭർത്താവ് വിട്ടേച്ച് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അതെല്ലാം പരിപൂർണമായും ഉൾക്കൊള്ളുവാൻ ദീനിന് വേണ്ടി അല്പം അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഒരു വലിയ അഡ്ജസ്റ്റ്മെന്റിന് ആ ഹാജർ തയ്യാറായിട്ടുണ്ട്. സഹോദരിമാരെ, നമുക്കതിന് വലിയ മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അല്പം നമ്മൾ പ്രയാസം സഹിക്കേണ്ടി വന്നേക്കാം. നമുക്ക് ഭൗതികമായ സാഹചര്യങ്ങളും ഭൗതികമായ സുഖ സൗകര്യങ്ങളും ദീനിന്റെ കാര്യത്തിൽ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം. കുടുംബത്തിൽ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ മതബോധത്തിൽ മാറി നിൽക്കുമ്പോൾ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചാൽ അവിടെ നമ്മൾക്ക് ചിലപ്പോൾ ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. നമ്മൾ ദീനിയായ കോലത്തിൽ മക്കളെ വളർത്തുമ്പോൾ കുടുംബത്തിന് പല ആളുകളിൽ നിന്ന് പല തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. എന്തൊക്കെ കേൾക്കേണ്ടി വന്നാലും ഞാൻ മുന്നോട്ട് പോകുന്നത് എന്റെ ദീനിന് വേണ്ടിയാണ് എന്ന ഉറച്ച ബോധമുണ്ടെങ്കിൽ എന്ത് പ്രയാസവും കുത്തുവാക്കളും സഹിക്കാൻ ഏതൊരു പെണ്ണിനും സാധ്യമാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തും സഹിക്കാൻ സന്നദ്ധമാകാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തിൽ സാറയിലും ഹാജറിലും സഹോദരിമാർക്ക് മാതൃകയുണ്ട്. മൂന്നാമതായി സഹോദരിമാരെ ഒരു മകൻ എന്ന നിലയിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മാതൃകയാണ്. തന്റെ പിതാവിന്റെ കൽപ്പന എന്തായിരുന്നാലും അത് പരിപൂർണമായും ഉൾക്കൊള്ളാൻ ആ ഇസ്മായിൽ എന്ന മകന് സാധ്യമായിട്ടുണ്ട്. തന്നെ അറുക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്ന് മനസ്സിലാക്കിയപ്പോൾ യാ അബതിഫ് അൽ മാ തുഅ്മർ, എന്താണോ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് അത് അതുപോലെ ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ പിതാവേ എന്നെ താങ്കൾ കണ്ടുമുട്ടാമെന്ന് പറയുന്ന ഇസ്മായിലിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ.
തന്നെ അറുക്കണമെന്നാണ് ഒരു ഉപ്പയോട് അള്ളാഹുവിന്റെ കൽപ്പന. തന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് അതൊന്നും കഴിയില്ല, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പാട്ട് നോക്കി പോയിക്കോ എന്ന് പറയാൻ ആ മകന് കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണോ അത് എന്നെ അറുക്കണമെന്നായിരുന്നാലും ഞാൻ ഉൾക്കൊള്ളാൻ എനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ്. സഹോദരന്മാരെ, മക്കളെ, ഉപ്പമാരനുസരിക്കുന്ന വിഷയത്തിൽ ഇസ്മായിൽ വലിയ മാതൃക നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ മാതാപിതാക്കളോട് കാര്യം പറയുമ്പോൾ ആ കാര്യത്തെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അത് ഘടകവിരുദ്ധമാണെങ്കിലും എന്റെ ഇഷ്ടത്തെക്കാൾ വലുത് എന്റെ ഉപ്പയുടെ എന്റെ ഉമ്മയുടെ ആഗ്രഹമാണ് എന്നും എന്റെ ഇഷ്ടത്തെക്കാൾ വലുത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിപൂർണമായി മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ മക്കൾക്കും സാധ്യമാകേണ്ടതുണ്ട്. സുഹൃത്തുക്കൾ പല കോലച്ചിലുണ്ടാകും, നാട്ടുകാർ പല കോലച്ചിലുണ്ടാകും. അവരുടെ ഇൻട്രസ്റ്റിനും താല്പര്യത്തിനും ഒത്തുകൊണ്ട് മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് തോന്നിയതുപോലെ നടക്കുന്ന മക്കൾ സമൂഹത്തിൽ ധികരിച്ചു വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിലിനെ നമ്മൾ ഓർക്കുന്നത്. സഹോദരന്മാരെ, ഇത്തരത്തിൽ മകനും മാതാവിനും പിതാവിനും ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാം വലിയ ഉത്തമമായ മാതൃക സ്വാംശീകരിച്ചെടുക്കുവാനുള്ളത് കൊണ്ടാണ് ഓരോ ദിവസവും ആ കുടുംബത്തെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ ഞങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുവാൻ നമ്മളോട് പറയുന്നത്. ഓരോ നമസ്കാരത്തിലും കൈകെട്ടി കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ട് ചൊല്ലേണ്ട പ്രാരംഭ പ്രാർത്ഥനകളിൽ ഒന്ന് വജ്ജഹ്തു വജ്ഹിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ആരുടെ പ്രഖ്യാപനമാണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രഖ്യാപനം. വമാ അന മിനൽ മുശ്രിക്കീൻ എന്നും അതേപോലെ തന്നെ വഅന മിനൽ മുസ്ലിമീൻ എന്നും ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല എന്നും പരിപൂർണമായും ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കീഴ്പ്പെടുന്ന ഒരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ നമ്മളോട് പഠിപ്പിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപനമാണ്. ആ രൂപത്തിൽ സുഹൃത്തുക്കളെ ഇബ്രാഹിം നബിയെ ഓരോ ദിവസവും ഓർക്കേണ്ടവരാണ് നമ്മൾ. അതല്ലാതെ ദുൽഹിജ്ജ വരുമ്പോൾ, ഒരു പെരുന്നാൾ വരുമ്പോൾ മാത്രം ഇബ്രാഹിം കുടുംബത്തെ ഓർക്കാനും കേൾക്കാനും മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ ദിവസവും ജീവിതത്തിൽ അവരെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും പറയുവാൻ പഠിപ്പിനെ ചൊല്ലുവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ദിക്ർ രാവിലെയും വൈകുന്നേരവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തെ പരിപൂർണമായി മാതൃകയാക്കിക്കൊണ്ട് എനിക്ക് എന്താണ് ആ കുടുംബത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനുള്ളത് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന്റെയും മാതൃക ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് മുറുകെ പിടിക്കുമ്പോൾ ഇബ്രാഹിം നബി നമ്മളെ ഏറ്റവും നന്നായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മനസ്സാണ്. ഏത് സന്ദർഭത്തിലും പ്രാർത്ഥന ജീവിതത്തിൽ കൊണ്ടു നടന്ന വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ ഖലീലായി തെരഞ്ഞെടുത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച ഒരു പ്രവാചകനായിട്ടും അള്ളാഹുവിന്റെ വഹി നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമായിട്ടും അള്ളാഹുവോട് തന്റെ ആവശ്യങ്ങൾ ചോദിക്കുവാൻ ആ പ്രവാചകരുടെ മടിയും ഉണ്ടായിട്ടില്ല. ആ ഒരു സ്വഭാവം സഹോദരന്മാരെ, സഹോദരിമാർ, നമ്മളെല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥനകൾ ധാരാളമായി ഖുർആനിൽ കാണാം. കഅബ കെട്ടിപ്പുറത്തുന്ന സന്ദർഭത്തിൽ വഇദ് യർഫഉ ഇബ്രാഹിം ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളതും സ്വീകരിക്കണേ എന്ന് ഒരു പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ അള്ളാഹുവോട് കബൂലാക്കാനുള്ള പ്രാർത്ഥന അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഉദഹിയച്ചിന് വേണ്ടി നിയത്താക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, ഉദഹിയെ തറച്ചവരുണ്ടാകും. ആ അറുക്കൽ നടക്കുമ്പോഴും അതിനുശേഷവുമെല്ലാം എൻ്റെ പൈസ കൊണ്ട് ഞാൻ കുറേയാൾക്ക് ഇറച്ചി കൊടുത്തതിന് ചിന്തയല്ല, മറിച്ച് പടച്ചോനെ ഇന്ന് കബൂലാക്കണേ എന്ന പാത്രം നമുക്കുണ്ടാകണം. ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ പ്രവർത്തനങ്ങൾക്ക് ശേഷവും ആ പ്രവർത്തനങ്ങൾ കബൂലാക്കാൻ ഇബ്രാഹിം നബിയുടെ പാത്രം നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതും. അതേപോലെ തന്നെ ഞങ്ങളെ മുസ്ലിമായി കൊണ്ട് ജീവിപ്പിക്കണം. റബ്ബന വജ്അൽനാ മുസ്ലിമീൻ ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിം. അല്ലാഹുവേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും നീ ഉമ്മതൻ മുസ്ലിമയിൽ ഉൾപ്പെടുത്തണം എന്ന പ്രാർത്ഥന
മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിമിനെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, എന്നിൽ നിന്നും എൻ്റെ സന്താന പരമ്പരയിൽ നിന്നും ഈ ദീനിനെ പ്രബോധനം ചെയ്യുന്ന, ഈ ദീനിനെ നിലനിർത്തുന്ന, ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകളെ നീ ഉണ്ടാക്കി എടുക്കണേ എന്ന പ്രാർത്ഥന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ കാണാൻ സാധ്യമാകും. അദ്ദേഹത്തിന്റെ ഇസ്ഹാഖ് എന്ന പ്രവാചകനിലൂടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിട്ടുള്ളത്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ ദീൻ അടിയുറപ്പ് ചേർത്തണം എന്ന പ്രാർത്ഥന സഹോദരന്മാരെ ഇബ്രാഹിം നബി മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സലാം ഫജ്അൽ അഫ്ഇദൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ എന്ന് സൂറത്ത് ഇബ്രാഹിം 37 വചനത്തിൽ തന്റെ മക്കളെ നിസ്കാരം നിലനിർത്തുന്നവരാക്കിക്കൊണ്ട് മാറ്റണമെന്നും ജനങ്ങളെ മൊത്തം അവരുടെ മനസ്സ് ഇവരിലേക്ക് ചായ്ക്കണമെന്നും ഒക്കെയുള്ള പ്രാർത്ഥന തന്റെ മക്കളെ ദീനീ ബോധത്തിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബന എന്ന്. അല്ലാഹുവേ, ഞങ്ങളെ നീ ശത്രുക്കൾക്ക്, നിഷേധികൾക്ക് ഒരു പരീക്ഷണ വസ്തുവാക്കിക്കൊണ്ട് മാറ്റല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിമിനെ നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധ്യമാകും. തനിക്കൊരു മകൻ ലഭിക്കണമെന്ന് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന് തന്റെ ഭാര്യ ഗർഭിണിയാകും മുമ്പ് തന്നെ എനിക്കൊരു സ്വാലിഹായ മകനെ നൽകണേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിമിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ വേറെ ഒരാളോട് നമുക്ക് ചോദിക്കാനില്ല. ഏതെങ്കിലും തങ്ങളോടോ ബീബിയോടോ ബാവയോടോ ഒന്നും നമുക്ക് പോയി ചോദിക്കാനില്ല. ഏതെങ്കിലും പ്രവാചകന്റെ ഹക്ക് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ നമുക്ക് ചോദിക്കാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഹജ്ജിന്റെ വേളയിൽ ബിഹഖി ഇബ്രാഹിം എന്നോ ബിജാഹി ഹാജർ എന്നോ ഒക്കെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധ്യമാകും. അങ്ങനെയൊന്നുമില്ല. എല്ലാം റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് ചോദിക്കണമെന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കണം. ആ നിലക്ക് എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം തേടുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറുക. ആ നിലക്ക് ഇബ്രാഹിം നബിയുടെ എല്ലാ മാതൃകയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരു നല്ല വിശ്വാസിയായി, നല്ല മുസ്ലിമായി ജീവിക്കാനും അതേ പാതയിൽ മരിക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.